നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുകയാണ്. പാലക്കാട് മോയൻ LP സ്കൂൾ അധികൃതർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവരോടാണ് റിപ്പോർട്ട് തേടിയത്. ഏപ്രിൽ 16 മുമ്പ് റിപ്പോർട്ട് നൽകണം. പാലക്കാട് സ്വദേശി TP ഷമീർ നൽകിയ പരാതിയിലാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. കഴിഞ്ഞ നവംബറിൽ നടന്ന സ്കൂൾ ശാസ്ത്രോത്സവ വേദിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂടെ റീലും ചിത്രീകരിച്ചിരുന്നു. ഇതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ ഈ വാർത്തയ്ക്ക് കീഴിൽ അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശത്തെ അല്ലെങ്കിൽ ഈ ഒരു പരാതിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത്തരത്തിലൊരു വിമർശനം എന്താണെന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്തു, രാഹുലിനെതിരെ ഇത്തരത്തിലൊരു നടപടി എടുത്തുവെങ്കിൽ കേസെടുക്കേണ്ടവർ പാർട്ടിക്കുള്ളിൽ, അതായത് LDFിലും ഇല്ലേ? അങ്ങനെയെങ്കിൽ കേസെടുക്കേണ്ടത് സഹാക്കൾക്കെതിരെ അല്ലേ എന്ന് ചൂണ്ടിക്കാട്ടി ചിലരെ ലിസ്റ്റ് ചെയ്ത് അവർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു വിമർശനവും മറുവശത്ത് ഉയരുന്നുണ്ട്. അതായത് CPM സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ചിലരെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇവർ ചെയ്ത തെറ്റിതാണ്, അങ്ങനെയെങ്കിൽ ഇവരുടെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യം ഉയരുന്നത്. അതിൽ ആദ്യത്തേത് ഫസൽ വധക്കേസ് പ്രതി കാരായി രാജൻ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ, ഇതിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ എന്ന ഒരു ചോദ്യം ഉയരുന്നു. പെരിയ കൊലവിളി കേസ് പ്രതി VPP മുസ്തഫ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്, ആൾക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉയരുന്നു. ഭരണഘടന നിന്ന് നടത്തിയ പ്രതിയാണ് സജി ചെറിയാൻ, അദ്ദേഹം ചെങ്ങന്നൂർ മത്സരിക്കുകയാണ്, അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ എന്ന ചോദ്യം. ബന്ധു നിയമന കേസ് പ്രതിയാണ് KT ജലീൽ, തവനൂരിൽ നിന്ന് മത്സരിക്കുകയാണ്. രക്തസാക്ഷി ഫണ്ട് മുക്കിയ MLA ആണ് TI മധുസൂദനൻ, പയ്യന്നൂരിൽ നിന്ന് മത്സരിക്കുകയാണ്, ആൾക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ. പ്രവാസി വ്യവസായിയെ കൊലയ്ക്ക് കൊടുത്ത നേതാവാണ് PK ശ്യാമള, തളിപ്പറമ്പ് നിന്നും ജനവിധി തേടുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതിയാണ് മൊയ്തീൻ, അദ്ദേഹം കുന്നംകുളത്ത് നിന്ന് മത്സരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്ത നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം കഴക്കൂട്ടത്ത് നിന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ ഈ CPM സ്ഥാനാർത്ഥികളായ ഇവർക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടതല്ലേ, ഇവർക്കെതിരെയും കേസ് കൊടുക്കേണ്ടതല്ലേ? ഇവരും പല പല കേസുകളിൽ പ്രതികളല്ലേ? ഒരു സ്കൂളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തു എന്ന പേരിൽ ചൈൽഡ്, അതായത് ബാലാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയെങ്കിൽ അല്ലെങ്കിൽ രാഹുലിനെതിരെ പരാതി കൊടുത്തുവെങ്കിൽ ഇവർക്കെതിരെയും പരാതി കൊടുക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് മറുവശത്ത് വിമർശനമായി ഉയരുന്നത്. ഇതുപോലുള്ള ക്രിമിനലുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കേരള ജനതയ്ക്ക് എന്ത് സന്ദേശമാണ് CPM കൊടുക്കുന്നത് എന്ന ചോദ്യവും ഇത്തരത്തിലൊരു കമന്റ് ഇട്ട വ്യക്തി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഈ ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ റീലുകളൊക്കെ തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷനെ പരാതി കിട്ടുന്നത്. ഗുരുതരമായ പീഡനക്കേസിൽ പ്രതിയായ ഒരാളെ സ്കൂളിലേക്ക് ക്ഷണിച്ചത് ശരിയായില്ല എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ഏപ്രിൽ 16 മുന്നേ റിപ്പോർട്ട് നൽകണം, റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം നടപടി എടുക്കേണ്ടതാണ് എങ്കിൽ നടപടി എടുക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. DOയ്ക്കും DOAയ്ക്കും വിശദീകരണം തേടി ഇത്തരത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. പെൺകുട്ടികൾ മാത്രമുള്ള മോയൻ സ്കൂളിലാണ് രാഹുലിനെ MLA എന്ന രീതിയിൽ ക്ഷണിച്ചത്. രാഹുൽ MLA എന്നതിലുപരി ഗുരുതരമായ പീഡന കേസിലെ പ്രതിയാണ്, പീഡന ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ്. കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരെയാണ് സ്കൂളിലേക്ക് ക്ഷണിക്കേണ്ടത്. അതിനു പകരം ഗുരുതരമായ ആരോപണം നേരിടുന്നവരെ സ്കൂളിലേക്ക് ക്ഷണിച്ചത് ശരിയായില്ല എന്നാണ് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പരാതിയിന്മേൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. അത്തരത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ്. വിശദീകരണം തേടി റിപ്പോർട്ടിന് ശേഷം രാഹുലിനെതിരെ നടപടി എടുക്കണമെങ്കിൽ അത്തരത്തിലേക്ക് നീങ്ങുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ശാസ്ത്രോത്സവ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് അന്ന് തന്നെ വളരെയധികം വിവാദമായതും വാർത്താ പ്രാധാന്യം നേടിയതുമാണ്. പ്രത്യേകിച്ച് പല പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ലൈംഗിക ആരോപണം നേടുന്നു, അതിന് പിന്നാലെ ചില പൊതുപരിപാടിയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ല എന്ന വെല്ലുവിളികൾ ഒരു വശത്ത് ഉയരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ സ്കൂൾ പരിപാടികളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പതുക്കെ സജീവമാകാൻ ശ്രമിച്ചത്. ആ ഒരു കാര്യമൊക്കെ അന്ന് തന്നെ വാർത്താ പ്രാധാന്യം നേടിയതാണ് ഇത്തരത്തിൽ മോയൻ സ്കൂളിലെ ശാസ്ത്രോത്സവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല, ഈ ഇടയ്ക്ക് MLA ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച ഗവൺമെന്റ് മോയിൻ LP സ്കൂളിലെ പാർക്ക് ഉദ്ഘാടനത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയിരുന്നു. കുട്ടികളുമായിട്ട് ഇടപഴകുന്ന വീഡിയോ ഒക്കെ റീലായിട്ട് ചിത്രീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഈ നാടെന്നും ഹൃദയത്തോട് ചേർന്ന മേൽവിലാസമാണ് പാലക്കാടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു.
ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പീഡനാരോപണം നേരിട്ടതിന് പിന്നാലെ ഇത്തരത്തിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ ഉദ്ഘാടന വേദിയിൽ എത്തിയതോടെ ഈ വേദി ബഹിഷ്കരിച്ച് BJP കൗൺസിലർ പുറത്തുപോയ വാർത്തകളൊക്കെ അന്ന് വളരെ ശ്രദ്ധേയമായതാണ്. പാലക്കാട് നഗരസഭാ കൗൺസിലറായ മിനി കൃഷ്ണകുമാർ ആയിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വേദിയിലേക്ക് എത്തിയപ്പോൾ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പാലക്കാട് ഗവൺമെന്റ് മോയിൻ സ്കൂളിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രവേളയുടെ ഉദ്ഘാടകൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയായിരുന്നു. അതും അന്ന് വിവാദമായതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും വേദിയിലുണ്ടായിരുന്നു. ആ വേദിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. MLA V ശാന്തകുമാരിയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. സ്ത്രീ പീഡന ആരോപണം നേരിടുന്ന ആളുമായി വേദി പങ്കിടരുത് എന്നുള്ളത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണെന്നും അതിനാലാണ് വേദി ബഹിഷ്കരിച്ചതെന്നുമായിരുന്നു മിനി കൃഷ്ണകുമാർ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഗർഭചിത്ര ആരോപണം അടക്കം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പാലക്കാട്ട് വേദി പങ്കിട്ടതിൽ യാതൊരു പ്രശ്നവും തോന്നുന്നില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അന്ന് പ്രതികരിച്ചത്. ശേഷം അദ്ദേഹം നിലപാട് മാറ്റുന്ന കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ്. രാഹുലിനെ തടയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല എന്നുമായിരുന്നു ശിവൻകുട്ടി വിശദീകരിച്ചത്. പ്രത്യേകിച്ച് ഈ ഒരു മന്ത്രിമാരായ MP രാജേഷ്, V ശിവൻകുട്ടി അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വേദി പങ്കിടുന്നു. അതൊന്ന് വലിയ രീതിയിൽ ചർച്ചയായതാണ്. ആരോപണം നേരിടുന്ന വ്യക്തിക്കൊപ്പം വേദി പങ്കിടില്ലെന്ന് പറഞ്ഞ് BJP കൗൺസിലർ ഇറങ്ങിപ്പോകുന്നു. പിന്നാലെ രാഹുൽ അവിടുത്തെ MLA ആണ്, അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. രാഹുലിനെ തടയില്ലെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല, കേസ് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, കോടതി ശിക്ഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിയെ മാറ്റി നിർത്തുകയോ പരിപാടിയിൽ പേര് വയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ അന്തസ്സിന് നിരക്കുന്നതല്ല. UDF ആണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്തോ ഒരു കാര്യത്തിന് തനിക്ക് നേരെ ഇപ്പോഴും കരിങ്കൊടി കാണിക്കുകയാണ് എന്നതടക്കമുള്ള വിശദീകരണമായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അന്ന് തന്നെ വളരെ വിവാദമായ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയപ്പോൾ വളരെയധികം വിവാദങ്ങൾ ഇടം പിടിച്ച ഒരു സംഭവമായിരുന്നു അത്. അതിന് പിന്നാലെ മാസങ്ങൾക്ക് ഇപ്പുറവും അതൊരു പരാതിയായി എത്തിയിരിക്കുന്നു. ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇനി എന്താണ് റിപ്പോർട്ടിന്മേൽ ഉണ്ടാകുന്നത്, റിപ്പോർട്ടിന്മേൽ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.